നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തു വന്നതോടെ BJPക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു പുറത്തു വന്ന വിവരങ്ങൾ സംശയം ഉന്നയിച്ചും കോൺഗ്രസ്. 2018 മാർച്ച് മാസമാണ് SBI ഇലക്ട്രൽ ബോണ്ട് തുടങ്ങിയത്. എന്നാൽ 2019 മുതലുള്ള വിവരങ്ങൾ മാത്രമാണ് പുറത്തുവിട്ടതെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ആരോപിച്ചു. 2018 അടക്കമുള്ള 2500 കോടിയോളം രൂപയുടെ വിവരങ്ങൾ പുറത്തുവന്ന ലിസ്റ്റിൽ ഇല്ലെന്ന് ജയറാം രമേശ് സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചു. ഇതിൽ 95% ബോണ്ടും BJP പിടിച്ചെടുത്തതാണ്. ആരെയാണ് BJP സംരക്ഷിക്കുന്നതെന്ന് കോൺഗ്രസ് ചോദിച്ചു. ബോണ്ടുകളുടെ ID വിവരങ്ങളും പുറത്തുവിടണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഇലക്ട്രൽ ബോണ്ടിൽ BJPക്കെതിരെ രൂക്ഷ വിമർശനമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. BJPയുടെ അഴിമതി തന്ത്രങ്ങൾ തെളിയിക്കപ്പെട്ടുവെന്ന് ജയറാം രമേശ് ആരോപിച്ചു. ചില കമ്പനികൾക്ക് ചില പദ്ധതികൾക്ക് വേണ്ടിയുള്ള സർക്കാർ അനുമതി ലഭിച്ച സമയത്താണ് കോടികൾ സംഭാവന നൽകിയത്. അതായത് സർക്കാർ അനുമതി ലഭിച്ചതിന്റെ പാരിതോഷികമായി പണം നൽകി. റെയ്ഡ് നടത്തി ചിലരിൽ നിന്ന് അഫ്ത പിരിച്ചു. കള്ളപ്പണം വെളുപ്പിക്കലും ബോണ്ടിലൂടെ നടന്നുവെന്ന് കോൺഗ്രസ് ആരോപിച്ചു. 47.5% ഇലക്ട്രൽ ബോണ്ടുകളും BJPയാണ് സ്വന്തമാക്കിയത്. 6060 കോടി രൂപയാണ് BJPക്ക് 2019 മുതൽ 2024 വരെ സംഭാവനയായി കിട്ടിയത്. അന്വേഷണം നേരിടുന്ന കമ്പനികൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകിയതിലും വിവാദം കൊഴുക്കുന്നുണ്ട്. സാന്റിയാഗോ മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽസ് 1368 കോടിയാണ് ബോണ്ട് ഉപയോഗിച്ച് സംഭാവന നൽകിയത്. പുറത്തുവന്ന വിവരമനുസരിച്ച് ഏറ്റവും കൂടുതൽ ബോണ്ട് വാങ്ങിയത് ഈ കമ്പനിയാണ്.